ചേച്ചി ചേച്ചി, എന്താ നാളെ കാവിൽ ഉത്സവമില്ലേ? എന്റെ ചേച്ചി എന്നെ അയക്കും തോന്നില്ല. എന്റെ ചേച്ചിക്ക് എന്നെ കുറിച്ച് ഭയങ്കര പേടിയാ. ഞാൻ വരാൻ നോക്കാം. ആ വരട്ടെ. ശരി. ചൂടി മലകൾ ചൂടി കതിർകൾ ചൂടി ചൂടിയതെല്ലാം പണം നിറയെ കടുംതുടി കൊട്ടി പൊന്നും കാടിന് കണ്ണിപ്പരുവം കണ്ണിപ്പരുവം പരുവപ്പെണ്ണിലെ തുള്ളുന്നോരുള്ളം തുള്ളുന്നോരുള്ളം ഉള്ളിനുള്ളുകൾ തളിർകൾ ചൂടി മലകൾ ചൂടി കതിർകൾ ചൂടി ചൂടിയതെല്ലാം പണം നിറയെ കടുംതുടി കൊട്ടി Bambari dumbo, bambari dumburo. Bambari dumbo, bambari dumbo, bambari dumburo. കാടുകൾ വെട്ടി നാട്ടിലെ മക്കള് പോവണ കണ്ടില്ലേ കൊണ്ടു പോവണ കണ്ടില്ലേ ചാമുണ്ടി കാളി കരിങ്കാളി ചാമുണ്ടി കണ്ണിപ്പരുവം തുള്ളുന്നോരുള്ളം ഉള്ളിനുള്ളുകൾ തളികൾ ചൂടി മലകൾ ചൂടി കതിർകൾ ചൂടി ഞങ്ങളെ പെട്ടൊരു ഞങ്ങളെ കാടിത് ഞങ്ങൾക്ക് തന്നതല്ലോ നീ ഞങ്ങൾക്ക് തന്നതല്ലോ മണിത്തേരിറങ്ങി മണിമലയും വനമരവും നീ കാക്കണമേ ദേവി ചിരുദേവി എമ്പാട്ടി ദേവി ചിരുദേവി എമ്പാട്ടി കന്നിപ്പരുവം തുള്ളുന്നോരുള്ളം ഉള്ളിനുള്ളുകൾ തളിർകൾ ചൂടി മലകൾ ചൂടി കതിർകൾ ചൂടി ചൂടിയതെല്ലാം വനം നിറയെ കടുംതുടി കൊട്ടി ചൂടിയതെല്ലാം വനം നിറയെ കടുംതുടി കൊട്ടി ചൂടിയതെല്ലാം വനം നിറയെ കടുംതുടി കൊട്ടി ചൂടിയതെല്ലാം വനം നിറയെ കടുംതുടി കൊട്ടി
എന്താ? രേണുവിനെ രഘു തട്ടിക്കൊണ്ടുപോയി. ചേച്ചി ചേച്ചി, രേണുവിനെ രഘു തട്ടിക്കൊണ്ടുപോയി. നിർത്ത്. ഇവനെ കെട്ടിവരിഞ്ഞു നിർത്തിയിട്ടാണോ നിങ്ങളുടെ കൈവിരുത് കാണിക്കുന്നത്? ഈ പെണ്ണിനെ അവമാനിച്ച ഇവനെ ഞങ്ങൾ ജീവനോടെ വിടില്ല. നീ ഒന്ന് തഞ്ചപ്പെടടോ. ഇവനെ പെട്ടെന്ന് കൊല്ലരുത്. ഇവൻ പെട്ടെന്ന് മയ്യത്തായ ചെയ്ത ദ്രോഹത്തിന്റെ വേദന അറിയത്തില്ല. ശങ്കര, എന്തോ രേണു, ഇതെന്ത് രേണു? ഞാൻ നശിച്ചു ചേച്ചി. ഇനി ഞാൻ ജീവിക്കാൻ പാടില്ല. ഒന്നും പറ്റിയില്ലല്ലോ. നീ പോയാൽ എനിക്കാരുണ്ടല്ലോ ചേച്ചി? അമ്മയില്ലാത്ത നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത് ഇതിനായിരുന്നു. ആ രഘുവും കൂട്ടും കരുതിക്കൂട്ട് ചെയ്തതാണ്. അവൻ എന്നെയാണ് അപമാനിച്ചത്. എന്റെ ശരീരത്തിൽ ഒരു തുള്ളി ചോരയുണ്ടെങ്കിൽ ഞാൻ അവനോട് പകരം ചോദിക്കും. ഇല്ല ചേച്ചി, ഞാൻ ജീവിച്ചിരുന്നാൽ അവൻ ഇനി എന്നെ ശല്യപ്പെടുത്തും. ഇല്ലടി, അവൻ ഇനി ഈ പ്രദേശത്ത് കാലുകുത്തില്ല. നീ വാ, നമുക്ക് വീട്ടിൽ പോകാം. നാണം കെട്ടവനെ, നീ എന്റെ മകനാണെന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നടാ. നാട്ടുകാർ കൂട്ടത്തോടെ വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയി സാർ. ഈ ചതയർത്ത് പട്ടിക്കരിഞ്ഞു കൊടുക്കടാ. വലിയ അഭ്യാസങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്നു. ഡാഡി ക്ഷമിക്കണം. എന്നെ അപമാനിച്ചവരോട് ഒന്നടങ്കം പകരം വീട്ടാതെ ഞാൻ ഇനി മുടി വളർത്തില്ല. പൗരുഷമില്ലാത്തവന്റെ പ്രവൃത്തിക്ക് എന്ത് വിലയടാ? കൊലക്കാതെ കാര്യമാത്തുമോ മുത്തോ? സർ, ഇവന്റെ തല മുട്ടനം ചെയ്തത് എന്റെ മീശയെടുത്തതിന് തുല്യമാണ്. അത് ചെയ്തവൻ ആരായാലും അവന്റെ ഗ്രാമം മുഴുവൻ ചുട്ടിച്ചാതരാക്കണം. മോളെ രേണു, നീ എന്ത് ബുദ്ധിമോശമാ കാണിച്ചത്? നീ തൂങ്ങിച്ചത്ത അവർക്ക് എന്ത് നഷ്ടം? കാട് കൊള്ളയടിക്കുന്ന പോട്ടെ, ഇവിടെ പെണ്ണുങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ വയ്യുന്നായല്ലോ. ചേച്ചി സമാധാനിക്കും. അവനെ കൊല്ലുന്നവരെ ഞാൻ ഏറ്റു. കൊല്ലേണ്ടത് അവനെ അല്ലടാ നമുക്ക്. ഇതിനെല്ലാം ചരട് വലിക്കുന്ന അവന്റെ തന്തയുണ്ടല്ലോ ശേഖരൻ, അവനെയാ കൊല്ലേണ്ടത്. ആ അച്ഛനെയും മകനെയും ഒന്നിച്ചു കൊല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇതിനെല്ലാം ഞാൻ വഴി കണ്ടിട്ടുണ്ട്. മോളെ രേണു, നീ ഇനി കുറച്ചു ദിവസം സൂക്ഷിക്കണം. ഒറ്റയ്ക്ക് പുറത്തൊന്നും പോകാൻ പാടില്ല. വീട്ടിനകത്ത് കിടക്കുന്നവരെ പോലും അവർ ആക്രമിച്ചിട്ടുണ്ട് പറയത്തുക. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ, ഞാനാണ് പറയുന്നത്. പരീക്ക പറഞ്ഞതൊന്നും ഇതുവരെ പ്രായമായി പോയിട്ടില്ല.